ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. പക്ഷേ നമ്മൾ മുമ്പേ വരച്ച് പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് വരച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ചില പ്രധാന ഐറ്റത്തിന് എന്തുണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടാവും അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ 13 മുതൽ 16 വരെ ഷെഡ്യൂളും വരച്ചിട്ടുണ്ട്. ഓരോന്നിനും അനുബന്ധമായിട്ട് ഷെഡ്യൂളും വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഫോർമാറ്റും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാക്സിമം എക്സാമിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ രണ്ടുമൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ നല്ലോണം. അതേപോലെ തന്നെ നമ്മുടെ ഫോർമാറ്റിലുള്ള ഷെഡ്യൂളും അതിൻ്റെ ഐറ്റവും കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം കണക്ക് ചെയ്യാൻ ശ്രമിക്കാം ആദ്യം ചെയ്യുന്ന സമയത്ത്, പിന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്വന്തമായിട്ട് കണക്ക് ചെയ്യാൻ പറ്റണം പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഒരു സൗത്തേൺ ബാങ്കിൻ്റെ പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ സൗത്തേൺ ബാങ്ക് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2020 ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് സൗത്തേൺ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുക. അവരുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാണ്, 31 മാർച്ച് 2020 ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്നത് ഏപ്രിലായിരിക്കും, അവസാനിക്കുന്നത് മാർച്ചാണ്. ഓക്കെ, അപ്പോൾ 2020 മാർച്ചാണ് അവരുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇയർ എന്ന് പറയുന്നത് ഇതാണ് 31 മാർച്ച് 2020. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ നമ്മൾ വരച്ചിരിക്കുന്നത് പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ആദ്യം പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ പെർട്ടിക്കുലേഴ്സ് കാണിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കോളാണ് ഏത്, ഷെഡ്യൂൾ നമ്പർ. ഷെഡ്യൂളിൻ്റെ നമ്പർ കൊടുക്കണം. മൂന്നാമത്തത് ഇയർ എൻഡ് 31 മാർച്ച് 2020 കറണ്ട് ഇയർ ഡേറ്റ് കൊടുക്കുക. ഏതാണോ നമ്മുടെ ഈ വർഷം ആ വർഷത്തെ ഡേറ്റ് കൊടുക്കുക. പിന്നെ അടുത്തത് ഇയർ എൻഡ് 31 മാർച്ച് 2019 പ്രീവിയസ് ഇയർ. നമുക്കിവിടെ ചോദ്യത്തിൽ പ്രീവിയസ് ഇയറിലെ ഡാറ്റയൊന്നും തന്നിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, കറണ്ട് ഇയർ ഉണ്ടാവും, പ്രീവിയസ് ഇയറും മുമ്പേ വർഷത്തെ ഉണ്ടാവും. അതിനുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ കോളത്ത് കാണിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ഇയറിലെ കോളം മാത്രം ഉപയോഗിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കോളം വരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഓരോ ഐറ്റമായിട്ട് ഫോർമാറ്റ് നോക്കിയിട്ട് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും ക്വസ്റ്റ്യനും വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർമാറ്റിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം കാണിച്ചെടുക്കുന്നത് ഇൻകം ആണ് അല്ലേ. ആദ്യം കാണിക്കേണ്ടത് ഇൻകം കാണിക്കണം. ഇൻകത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ഇൻകമാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡും ഉണ്ട്, അതർ ഇൻകവും വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകവും. അതിൽ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ബാങ്കിന് അല്ലേ. ബാങ്കിന് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ്, ലോണ് പോലെയുള്ള എന്താണ്ടോ, ലോണ് പോലെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, മറ്റെന്തെങ്കിലും സർവീസ് കൊടുക്കുന്നതിനൊക്കെ എന്തുണ്ടാവും, അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഏൺഡ്. അതിൽ നമ്മൾ ഷെഡ്യൂൾ 13, ആ ഷെഡ്യൂൾ 13 വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് എത്രയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എമൗണ്ട് എഴുതുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം എന്ത് വരക്കണം, നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ നോട്ടിൽ ഒരു പേജിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിനും അടുത്ത പേജുകളിൽ എന്താ മതി, ഓരോ ഷെഡ്യൂളായിട്ട് വരക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം ഇൻട്രസ്റ്റ് ഏൺഡ് എഴുതി, അതിന് നമ്മൾ എന്ത് വരക്കണം, ഷെഡ്യൂൾ 13 കാണിച്ചു. അതിന് നമ്മൾ അടുത്ത പേജിൽ എന്ത് വരക്കുക, ഷെഡ്യൂൾ 13 വരക്കുക. ഓക്കെ, ഷെഡ്യൂൾ 13 വരക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഷെഡ്യൂൾ 13 വരക്കുക എങ്ങനെയാണ്, ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്, നമ്മൾ ഫോർമാറ്റിൽ വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് വരച്ചിട്ട് എന്ത് ചെയ്യണം, ഇയർ എൻഡ് 31 മാർച്ച് 2020 ഇയർ എൻഡ് 31 മാർച്ച് 2019. ഇതിൽ രണ്ടാമത്തെ കോളം നമുക്ക് വേണ്ട, നമുക്ക് കറണ്ട് ഇയറിലെ കോളം മാത്രമേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോർമാറ്റ് വരക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഏൺഡിൽ അല്ലേ. ഇൻട്രസ്റ്റ് ഏൺഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ് ഓർ ബിൽ, പിന്നെ ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് RBI ആൻഡ് അതർ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് ഏൺഡുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഏതാ പറഞ്ഞിരിക്കുന്നത്, ഇൻട്രസ്റ്റ് ഓർ
ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓർ ബിൽ അല്ലെ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്, ലോൺ കൊടുത്തിട്ടോ മറ്റു കാര്യങ്ങളിലൂടെയോ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓഫ് ബിൽ, നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ബില്ലൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ബില്ല്, ഡിസ്കൗണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ കൂട്ടി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓൺ ബില്ല് പ്രകാരം മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. ബാക്കി താഴെ പറഞ്ഞിരിക്കുന്ന ബാക്കി ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റോ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് RBI അങ്ങനെയുള്ള സംഭവമൊന്നും നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നില്ല. ആകെയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ കൂട്ടി കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് 24,90,000 തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ട് 14,90,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 16 ലക്ഷം തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 23,20,000 തന്നിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഈ ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓർ ബിൽസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ 4. അപ്പോൾ അത് 4 കൂട്ടിയിട്ട് നമ്മൾ 79 ലക്ഷമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ബിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ബാക്കി വരുന്ന ഐറ്റം ഒന്നും ഇവിടെ ഇൻട്രസ്റ്റ് ഏണ്ടിൽ ബാക്കി നമ്മൾ ഫോർമാറ്റ് തന്നിരിക്കുന്ന ഐറ്റം ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല, ചോദ്യത്തിൽ തന്നിട്ടിരിക്കുന്നില്ല. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് എന്ന് പറഞ്ഞിട്ട് 79 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ടോട്ടൽ, ഈ ഇൻട്രസ്റ്റ് ഏണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 79 ലക്ഷം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഏണ്ട് ഷെഡ്യൂൾ 13 പ്രകാരം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 79 ലക്ഷം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ 79 ലക്ഷം എന്നറിയാലോ? ഇൻട്രസ്റ്റ് ഏണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റ് ഏണ്ടാണ്. അത് മൊത്തം കൂട്ടിയിട്ടാണ് നമുക്ക് ഷെഡ്യൂൾ 13 പ്രകാരം ഇത് കിട്ടിയ 79 ലക്ഷം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇത് അതർ ഇൻകം. അതർ ഇൻകം നമ്മൾ കാണിക്കുന്ന സമയത്ത് അതർ ഇൻകം ഷെഡ്യൂൾ 14 അതർ ഇൻകം കാണിക്കുന്ന സമയത്ത് നമ്മൾ ഷെഡ്യൂൾ 14 വരക്കണം അല്ലേ? ഷെഡ്യൂൾ 14 നമ്മുടെ ഫോർമാറ്റിൽ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വരക്കുക. ഷെഡ്യൂൾ 14 വരച്ച് നോക്കാം. ഷെഡ്യൂൾ 14 പ്രകാരം ഷെഡ്യൂൾ 14 നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ ഫോർമാറ്റിൽ ഷെഡ്യൂൾ 14 വരക്കുന്ന സമയത്ത് ഒരുപാട് ഐറ്റം തന്നിട്ടുണ്ട് അല്ലേ? കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, റെൻറ്റ് റിസീവ്ഡ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് അതർ ഇൻകത്തിൽ. പക്ഷേ നമുക്കിവിടെ ചോദ്യത്തിൽ പ്രകാരം ഇവിടെ ആകെ ഒരു ഐറ്റം മാത്രമേ അതർ ഇൻകത്തിൽ തന്നിട്ടുള്ളൂ. ഏത് മാത്രമാണ്? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് അല്ലേ? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്മീഷൻ മാത്രമേ തന്നിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാകാം ആ ഒരു ഐറ്റാണ്. കമ്മീഷൻ ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് തന്നിട്ടുണ്ട്. കമ്മീഷൻ ക്രെഡിറ്റ് ബാലൻസ് തന്നാൽ എന്താണ്? റിസീവ്ഡ് ആണ്. കമ്മീഷൻ ഡെബിറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന കമ്മീഷനാണ് അല്ലേ? അപ്പോൾ വിവിധ ഇൻകാണ്, വരുമാനമാണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് ഐറ്റായിരിക്കും? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജിൽ വരുന്ന ഐറ്റായിരിക്കും. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 1 ലക്ഷമാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ വേറെ ഐറ്റമൊന്നും അതർ ഇൻകത്തിൽ നമുക്ക് തന്നിട്ടില്ല, ആകെ കമ്മീഷൻ മാത്രം. കമ്മീഷൻ എന്ന് പറയുന്നത് ഫോർമാറ്റ് പ്രകാരം ഇതിൽ വരുന്നതാണ്, കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഴുവൻ എഴുതിയത്. അല്ലെങ്കിൽ കമ്മീഷൻ എന്ന് മാത്രം എഴുതിയിട്ട് 1 ലക്ഷം കാണിച്ചാലും കുഴപ്പമില്ല, ടോട്ടൽ 1 ലക്ഷം. അപ്പോൾ അതർ ഇൻകത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ഇത് 1 ലക്ഷം. അത് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു കൊടുക്കുക. അതർ ഇൻകം ഷെഡ്യൂൾ 14 പ്രകാരം എത്ര കിട്ടിയിരിക്കും നമുക്ക്? 1 ലക്ഷം. ഓക്കെ, ഇനി ഇൻകം കൂട്ടി കാണിച്ചു കൊടുക്കുക. 79 ലക്ഷവും 1 ലക്ഷം കൂട്ടിയിട്ട് എത്ര വരും? 80 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന സമയത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ നോക്കുക. എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ എക്സ്പെൻഡിച്ചറിൽ അല്ലേ? അപ്പോൾ എക്സ്പെൻഡിച്ചർ പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കിയൊക്കെ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഒരു ബാങ്കിന് അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചതിനൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അവർ ഏതൊക്കെ ഡെപ്പോസിറ്റ് അവരുടെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ അവർക്കൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുക. എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റിനോ കാര്യത്തിനോ ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് എന്ത് പറയുക? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 15 ആണ്. ഷെഡ്യൂൾ 15 വരച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുക. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ വരക്കാം. ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം പ്രകാരം എന്ത് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഫോർമാറ്റിൽ നോക്കുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കണം. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡിൽ ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ RBI ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അല്ലേ? ഫസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് 32 ലക്ഷം തന്നിട്ടുണ്ട്. അതുമാത്രമേ ഇതിൽ വരൂ.
ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ വരും, അതായത് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൽ വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര തന്നെയാണ്? 32 ലക്ഷം തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എത്ര കാണിച്ചു കൊടുക്കണം? ഷെഡ്യൂൾ 15 വരച്ചിട്ട് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 32 ലക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂൾ 16 അല്ലേ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂൾ 16. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോർമാറ്റിൽ നോക്കുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നോക്കുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ഉണ്ട്, പിന്നെ റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരക്കണം? നമുക്ക് ഷെഡ്യൂൾ 16 വരക്കണം. അത് നമുക്ക് നോക്കുക വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 16 പ്രകാരം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതൊക്കെയോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് നോക്കാം. ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഒന്ന് തന്നിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മീനിങ് എന്താ? പേയ്മെൻറ്റ് ടു എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ട് അടുത്താക്കിയിരിക്കുന്നത്. ഓക്കെ, ഫോർമാറ്റ് തന്നിരിക്കുന്ന പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് എന്നാണ്. അത് ഏതിൽ വരുന്നതാണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നതാണ്. പിന്നെ റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ് 2 ലക്ഷം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയറക്റ്റ് ഫീസ് അല്ലേ? നമുക്ക് ഫോർമാറ്റിൽ ഡയറക്റ്റ് ഫീസ് ആൻഡ് അലവൻസസ് എന്ന് പറഞ്ഞിട്ട് തരുന്നത് അത് തന്നെയാണ് ഡയറക്റ്റ് ഫീസ് എന്ന് പറയുന്നത് 16,000. പിന്നെ ഓഡിറ്റ് ഫീസ് ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കാര്യം തന്നിട്ടുണ്ട്. അതാണ് ഓഡിറ്റ് ഫീസിൽ വരിക 35,000. പിന്നെ അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? സൺട്രി ചാർജസ്. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണ്? സൺട്രി ചാർജസ് എന്ന് വെച്ചാൽ അതർ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ് 1 ലക്ഷം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 8,51,000. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ 8,51,000. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു കൊടുക്കുക. എത്രയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? ഷെഡ്യൂൾ 16 പ്രകാരം എത്ര വരുന്നുണ്ട്? 8,51,000 വരുന്നുണ്ട്. പിന്നെ നോക്കുക, നമുക്ക് ചോദ്യത്തിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം കാണിച്ചു കൊടുക്കുക ചോദ്യത്തിൽ. അതിന് പ്രൊവിഷനും അതിന് ഷെഡ്യൂളും കാര്യമൊന്നുമില്ല. പ്രൊവിഷൻ എന്ന് വെച്ചാൽ ബാഡ് ഡെപ്റ്റ് ഇല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും ഒക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുക. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ചോദ്യത്തിൽ ലാസ്റ്റ് ആയിട്ട് ബാഡ് ഡെപ്റ്റ് ടു ബി റിട്ടേൺ ഓഫ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷനാണ്. ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് എടുത്തോളാം? പ്രൊവിഷനായിട്ട് എടുത്തോളാം. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ എത്ര തന്നിട്ടുണ്ട്? 3 ലക്ഷം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക. 32 ലക്ഷം, 8,51,000, 3 ലക്ഷം കൂട്ടിയാൽ 43,53,000 ടോട്ടൽ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ ടോട്ടലും കിട്ടിയിട്ടുണ്ട്, നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടലും കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ഓർ ലോസിൽ നോക്കുക. ഫസ്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറക്കുക അല്ലേ? 1 നിന്ന് 2 കുറക്കുക. 1 ഇൻകാണ്, 2 എക്സ്പെൻസ് ആണ്, 2 എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അപ്പോൾ 1 നിന്ന് 2 കുറക്കുക. ഒന്നാമത്തതിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 80 ലക്ഷമാണ്. 80 ലക്ഷം മൈനസ് എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ 43,50,000 അല്ലേ? ഒന്നത് ഇൻകത്തിൻ്റെ ടോട്ടൽ മൈനസ് എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ എത്ര കിട്ടും? നമുക്ക് 36,49,000 കിട്ടും അല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബോട്ട് ഫോർവേഡ്. ചോദ്യത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ചില സമയം തരും, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി കാണിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് മാത്രമായിരിക്കും ടോട്ടൽ പ്രോഫിറ്റിൽ വരിക. എത്ര? 36,49,000. ഓക്കെ, ഇനി ഈ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റി വെക്കും. അതാണ് നമ്മൾ 4ാമത്തെ കേസിൽ പറയുന്നത് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷൻസ് എന്തിന്? നമ്മൾ പറ്റില്ല സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ മാറ്റി വെക്കുന്ന സംഭവമില്ലേ? അങ്ങനെ മാറ്റി വെക്കുന്നത് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത്. 1ാമത്തെ കേസ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ നമ്മൾ പറ്റുന്നുണ്ട് അവരുടെ മൊത്തം ഇതിൻ്റെ 25% പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റി വെക്കണം എന്നാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25%. എന്തിൻ്റെ 25%? ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കും 36,49,000. 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റണം. എത്രയാണ് വരിക? അത് 9,12,250. 36,49,000 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റണം. എത്രയാണത് വരിക? 9,12,250. ഓക്കെ, ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. പിന്നെ മറ്റ് റിസർവിലൊന്നും മാറ്റി വെക്കുന്നില്ല, കാര്യമൊന്നും പറയുന്നില്ല അല്ലേ? മറ്റ് റിസർവിലൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ പറയും നമ്മളോട് സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ നിർബന്ധമായിട്ട് 25% മാറ്റണം. പക്ഷേ ഇവിടെ വേറൊന്നും പറയുന്നില്ല, നമ്മളോട് മാറ്റുന്നതും കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മറ്റ് ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഒന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ബാക്കി മാറ്റിയിട്ട് ബാക്കി എന്ത് ചെയ്യും?
സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ മാറ്റിയിട്ട് ബാക്കിയാണ് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുക. ബാക്കി പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റും. അതാണ് ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്. 36,49,000 9,12,250 കഴിച്ചിട്ട് ബാക്കി ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റും. എത്ര? 27,36,750. ഓക്കെ. അപ്പോൾ അപ്രോപ്രിയേഷൻ്റെ ടോട്ടൽ എന്നും എത്ര വരും? നമ്മൾ 36,49,000 തന്നെ വരും. ബാലൻസ് ഷീറ്റിൽ മാറ്റി, ബാക്കി സ്റ്റാറ്റ്യൂട്ടറി റിസർവിലും മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുക. നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇത് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുന്ന നോക്കുക. നമ്മൾ വരച്ചിരിക്കുന്ന ഫോർമാറ്റും ഷെഡ്യൂളും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ ഇത് ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തോളാം. എന്തെങ്കിലും ഐറ്റത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.